ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഉള്ളത് കാൻറ്റർബറിയിലാണ്. കാൻറ്റർബറി കെന്റിലാണ്. കാൻറ്റർബറി കത്തീഡ്രലിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെയും കാണണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞങ്ങൾ ഇന്ന് പോകുന്നത് ഇംഗ്ലണ്ടിലെ വളരെ പ്രശസ്തമായ ഒരു നഗരമായ കാൻറ്റർബറിയിലേക്കാണ് കേട്ടോ. ഞങ്ങൾക്ക് ലണ്ടനിൽ നിന്നും കെന്റിലേക്കുള്ള ദൂരം ഏകദേശം 2 മണിക്കൂറാണ്. യാത്രാമധ്യേ ഞങ്ങളൊരു സർവീസ് സ്റ്റേഷനിൽ കയറി ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട്. ആ സർവീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഒരു ഹൈവേയുടെ മുകളിലുള്ള ഒരു പാലത്തിലാണ്. അതിന് മുകളിൽ നിന്നും ഞാൻ പകർത്തിയ റോഡിന്റെ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് രസമല്ലേ വാഹനങ്ങൾ അതുവഴി പോകുന്നത് കാണാൻ. കാൻറ്റർബറി നഗരത്തിനകത്ത് പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പലരും ഇവിടെ പാർക്ക് ആൻഡ് റൈഡ് സർവീസ് ആണ് ഉപയോഗിക്കുന്നത്. പാർക്ക് ആൻഡ് റൈഡ് എന്ന് പറഞ്ഞാൽ നഗരത്തിന് പുറത്തുള്ള ഒരു വലിയ പാർക്കിംഗ് സ്ഥലത്ത് നമ്മുടെ കാർ പാർക്ക് ചെയ്യാം. അതിന് വളരെ തുച്ഛമായ കാശേ ഉള്ളൂ. ഒരു ഹോൾ ഡേക്ക് ഞങ്ങൾ പേ ചെയ്തത് വെറും 4 പൗണ്ടാണ്. അവിടെ നിന്നും ഒരു പ്രത്യേക ബസ് നമ്മളെ നഗരത്തിന് മധ്യത്തിലേക്ക് കൊണ്ടുപോകും. ബസ്സിലെ യാത്ര തികച്ചും സൗജന്യമാണ്. നഗരം ചുറ്റി കണ്ടു കഴിഞ്ഞ് അതുപോലെയുള്ള ബസ്സുകളിൽ തന്നെ നമുക്ക് തിരിച്ച് നമ്മുടെ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് വരികയും ചെയ്യാം. ഡബിൾ ഡെക്കർ ബസ്സിന്റെ അപ്പർ ഡെക്കിൽ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ ബസ്സിൽ മുകളിലിരുന്ന് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഇങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകുന്നത്. Thank you. അപ്പൊ ഞങ്ങൾ ബസ് ഡ്രൈവറിനൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഇവിടെ കാൻറ്റർബറിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഈ നഗരം എത്ര മനോഹരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കാൻറ്റർബറി ഒരു വളരെ പഴയ ഇംഗ്ലീഷ് നഗരമായതിനാൽ തന്നെ ഇവിടെ കാണുന്ന കെട്ടിടങ്ങളും വഴികളും ഒക്കെ ചരിത്രം നിറഞ്ഞതാണ്. ഇത് വളരെ ചെറിയൊരു നഗരമാണ്. കാൽനടയായിട്ട് തന്നെ നമുക്ക് എല്ലായിടവും ചുറ്റി നടന്ന് കാണാൻ പറ്റും. ഇവിടുത്തെ അന്തരീക്ഷം വളരെ സ്വച്ഛവും പഴയ ചരിത്രവും പുതിയ നഗരജീവിതവും ചേർന്നൊരു മിക്സ് വൈബാണ്. നഗരത്തിന്റെ മധ്യഭാഗത്തായി ആഴ്ചയിലെ ചില ദിവസങ്ങളിൽ സ്ട്രീറ്റ് മാർക്കറ്റ് നടക്കാറുണ്ട്. ഇവിടെയാണ് ലോക്കൽ ആളുകൾ പലതരം സാധനങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ വിൽക്കുന്നത്. മാർക്കറ്റിൽ സാധാരണ കാണുന്നത് പഴങ്ങളും പച്ചക്കറികളും നാട്ടുകാർ തയ്യാറാക്കിയ ബ്രെഡ്, കേക്ക്, ചീസ് മുതലായവ ഹാൻഡ് മെയ്ഡ് ചെയ്ത സാധനങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ചെയ്തിട്ടുള്ള ആർട്ട് വർക്കുകൾ, ചെറിയ ഗിഫ്റ്റ് പാക്കറ്റുകൾ, അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളുടെ ചെറിയ ഫുഡ് സ്റ്റോളുകൾ, സ്ട്രീറ്റ് ഫുഡിൻ്റെ സ്റ്റോളുകൾ അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇന്ന് വളരെ ചെറിയൊരു സ്റ്റോൾ മാത്രമേ ഞങ്ങൾ അവിടെ കണ്ടുള്ളൂ. അത് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഒരു സ്റ്റോളായിരുന്നു. മാർക്കറ്റിൻ്റെ ചലനവും ശബ്ദവും നിറങ്ങൾ എല്ലാം ചേർന്നൊരു ചെറിയ ആഘോഷം പോലെയാണ് നമുക്ക് ആ ഒരു ഏരിയ ഫീൽ ചെയ്യുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം ഉറങ്ങുന്ന ഒരു കുഞ്ഞു നഗരം. കാൻറ്റർബറിയുടെ വഴികൾ ആംഗലേയമായ ഒരു പഴയ കഥാപുസ്തകത്തെ പോലെ റോമൻ കാല മതിലുകൾ, ബ്രിക്ക് ആൻഡ് ടിമ്പർ വീടുകൾ, ഇടുങ്ങിയ വഴികൾ, ചെറിയ കഫേകൾ എല്ലാം കൂടെ ചേർന്ന് ഒരു മനോഹരമായ കാഴ്ച സൃഷ്ടിക്കുന്നു. റോമൻ സാമ്രാജ്യം ഇവിടെ ആധിപത്യം പുലർത്തിയിരുന്നതിന്റെ തെളിവുകൾ നമുക്ക് ഇപ്പോഴും ഇവിടെ കാണാൻ പറ്റും. ഷോപ്പുകളുടെയും കഫേകളുടെയും ഒരു മനോഹരമായ കൂട്ടായ്മയാണ് ഈ സ്ട്രീറ്റിൽ എങ്ങും കാണാൻ പറ്റുന്നത്. പുരാതനമായ കെട്ടിടങ്ങൾ നിറഞ്ഞ പരമ്പരാഗത ഷോപ്പിംഗ് തെരുവ്. അങ്ങനെ ഞങ്ങൾ നടന്ന് കാൻറ്റർബറി കത്തീഡ്രലിന്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ പ്രവേശനം ഫ്രീ അല്ല. നമുക്ക് അഡൾട്ട്സിന് 26 പൗണ്ട്സും കുട്ടികൾക്ക് 10 പൗണ്ട്സുമാണ് ഇവിടുത്തെ എൻട്രി ഫീ. പക്ഷേ ഇവിടുത്തെ മാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്നവർക്കാണെങ്കിൽ ഇവിടെ ഈ ചർച്ചിൽ പ്രാർത്ഥിക്കാനും അങ്ങനെ വരുന്നവർക്ക് മാത്രം ആ സമയങ്ങളിൽ മാത്രം എൻട്രി ഫ്രീ ആണ്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു
ഗിഫ്റ്റ് ഷോപ്പാണ്. ഗിഫ്റ്റ് ഷോപ്പും സുവനീറും ഗിഫ്റ്റും ഒക്കെ വിൽക്കുന്ന ഒരു കട. അതുപോലെ ഒരു ആർട്ട് ഗാലറി പോലെ കാൻറ്റർബറി കത്തീഡ്രലിൻ്റെ ഒരു മിനിയേച്ചർ രൂപമൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഉള്ള കത്തീഡ്രലാണ്. ഞാൻ ആ വിൻഡോയിൽ കൂടി പകർത്തിയ ഒരു വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. ഇത് ആ ഷോപ്പിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിനിയേച്ചർ രൂപമാണ് കത്തീഡ്രലിൻ്റെ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും പുരാതനവുമായ ക്രൈസ്തവ ചരിത്രത്തിൻ്റെ ഏടുകൾ തന്നെയാണ് കെട്ടിപ്പടുത്തതെന്ന് പറയപ്പെടുന്ന ഒരു പുരാവൃത്ത ദേവാലയമാണ് കാൻറ്റർബറി കത്തീഡ്രൽ. ഇന്ന് നാം നടത്തുന്ന ഈ യാത്ര ഒരു കെട്ടിടത്തിന്റെ കഥ മാത്രമല്ല, അതൊരു ആത്മീയതയുടെ, ശില്പകലയുടെ, രാഷ്ട്രീയത്തിന്റെ, സമരങ്ങളുടെ, ത്യാഗങ്ങളുടെ കഥയാണ്. കാൻറ്റർബറി കത്തീഡ്രൽ ഇംഗ്ലണ്ട് ചർച്ചിന്റെ തലസ്ഥാനമായും ആംഗ്ലിക്കൻ കമ്മ്യൂണിയന്റെ ആഗോള ആസ്ഥാനമായും അറിയപ്പെടുന്നു. ക്രിസ്തുവിന്റെ ശിഷ്യനായ സെന്റ് ഓഗസ്റ്റിൻ 597 ഇംഗ്ലണ്ടിലെത്തി ക്രിസ്തീയ വിശ്വാസത്തിന്റെ വിത്തുകൾ നട്ടപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച ആരാധനാലയമാണ് ഇന്നത്തെ ഈ മഹാ കത്തീഡ്രലിന്റെ ആദ്യത്തെ രൂപം. 597 ഓഗസ്റ്റിൻ നിർമ്മിച്ച ചെറിയൊരു പള്ളിയാണ് പിന്നീട് യൂറോപ്പിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയത്. ഇവിടുത്തെ ശില്പകല ഗോതിക് ശൈലിയുടെയും റോമൻ ശൈലിയുടെയും മധ്യകാല യൂറോപ്യൻ ശൈലിയുടെയും ഒരു സമന്വയമാണ്. കത്തീഡ്രലിന്റെ ഉൾവശം ഒരു മായാലോകം തന്നെയായിരുന്നു കേട്ടോ. അതിന്റെ ഉൾവശത്ത് ധാരാളം കൽത്തൂണുകൾ, മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന വലിയ ആർച്ചുകൾ, ധാരാളം കൊത്തുപണികളോടുകൂടിയ ഭീമാകാരന്മാരായ വാതിലുകൾ, സ്റ്റെയിൻ ഗ്ലാസ് ജനാലകൾ, ഇവയെല്ലാം കാഴ്ചക്കാരനെ നിമിഷങ്ങൾക്കുള്ളിൽ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. കത്തീഡ്രലിന്റെ അന്തരീക്ഷത്തിൽ ഒരു മായിക നിശബ്ദതയുണ്ട്. ചരിത്രത്തിന്റെ സ്വരം, ശില്പികളുടെ സ്പർശം, ശതാബ്ദങ്ങളുടെ പ്രാർത്ഥനകളുടെ മുഴക്കം എല്ലാം ഒറ്റ സ്ഥലത്ത് ചേർന്നിരിക്കുന്നു. കത്തീഡ്രലിന്റെ പിറവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, റോമൻ അധിനിവേശത്തിന് ശേഷം 1070 ആർച്ച് ബിഷപ്പ് ലാൻഫ്രാങ്ക് ഒരു പുതിയ കത്തീഡ്രൽ പണിയാൻ തുടങ്ങി. തുടർന്ന് ആർച്ച് ബിഷപ്പ് ആൻസെൽമിന്റെ കാലത്ത് നിർമ്മാണം വിപുലമായി. 1174 വലിയ തീപിടുത്തം കത്തീഡ്രലിന് വലിയ നാശം വിതച്ചു. അതിനുശേഷം ഫ്രഞ്ച് ശില്പി വില്യം ഓപ്സൻസും പിന്നീട് അദ്ദേഹത്തിന്റെ അനുയായിയായ വില്യം ഓഫ് ഇംഗ്ലണ്ടും ചേർന്ന് ഇന്ന് നാം കാണുന്ന അത്ഭുതകരമായ ഗോത്തിക് കെട്ടിടത്തിന്റെ രൂപം നൽകി. ഈ കത്തീഡ്രലിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള പേരാണ് സെന്റ് തോമസ് ബെക്കറ്റ്. അദ്ദേഹം 1162 കാൻറ്റർബറിയുടെ ആർച്ച് ബിഷപ്പായി നിയമിക്കപ്പെട്ടു. ആദ്യം രാജാവ് ഹെൻറി സെക്കൻഡിന്റെ അടുത്ത സുഹൃത്തും വിശ്വസ്തനുമായിരുന്നു. എന്നാൽ പിന്നീട് സഭയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ, രാജാവിനും ദേവാലയത്തിനും ഇടയിലെ അധികാര പോരാട്ടം, ബെക്കറ്റിന്റെ ശക്തമായ നിലപാടുകൾ, ഇതെല്ലാം അദ്ദേഹത്തെയും രാജാവിനെയും ശക്തമായി തമ്മിൽ ഏറ്റുമുട്ടിച്ചു. 1170 ഡിസംബർ 29 രാജാവിന്റെ ചില വിശ്വസ്തർ കാൻറ്റർബറി കത്തീഡ്രലിനകത്ത് തന്നെ തോമസ് ബെക്കറ്റിനെ കൊലപ്പെടുത്തി. അദ്ദേഹത്തിന്റെ രക്തം വീണ ആ ശിലകളെ ഇന്നും തീർത്ഥാടകർ ഭക്തിയോടെ സന്ദർശിക്കുന്നു. തുടർന്ന് ബെക്കറ്റ് ഒരു വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശവകുടീരം യൂറോപ്പിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറി. തോമസ് ബെക്കറ്റിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം മധ്യകാല യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് തീർത്ഥാടകർ കാൻറ്റർബറിയിലേക്ക് യാത്ര ചെയ്തു. ഈ പാതയ്ക്ക് ലേറ്റർ പിൽഗ്രിംസ് വേ എന്ന പേര് ലഭിച്ചു. ചോസറിന്റെ പ്രശസ്തമായ കൃതിയായ കാൻറ്റർബറി ടെയിൽസ് ഈ തീർത്ഥാടകരുടെ കഥകളെ ആസ്പദമാക്കിയുള്ളതാണ്. കാൻറ്റർബറി ടെയിൽസ് സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിലൊന്നായി കത്തീഡ്രലിന്റെ പേരിനെ ലോക സാഹിത്യ ചരിത്രത്തിലേക്ക് ഉയർത്തി. ഇംഗ്ലണ്ടിന്റെ രാജാക്കന്മാരും ആർച്ച് ബിഷപ്പുമാരും തമ്മിലുള്ള അധികാര യുദ്ധങ്ങൾ പലതവണ ഇവിടെ അരങ്ങേറി. കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് ഇംഗ്ലണ്ടിലെ സഭയുടെ തലവനായതിനാൽ ഒരു ശക്തമായ രാഷ്ട്രീയ നിലപാടിൽ നിന്നിരുന്നു. രാജാവ് ഹെൻറി രണ്ടാമനും ഹെൻറി എട്ടാമനും എലിസബത്ത് ഫസ്റ്റും കത്തീഡ്രലിന്റെ ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. ഹെൻറി എട്ടാമനാണ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് രൂപീകരിച്ചത്. എത്ര ഉയരത്തിലാന്ന് നോക്കൂ ഇതിന്റെ മേൽക്കൂര. എത്ര ഭംഗിയുള്ള ചിത്രപ്പണികൾ.
കത്തീഡ്രലിന്റെ ചരിത്രം ഇതൊക്കെ ആയിരുന്നെങ്കിലും ഇന്ന് ഈ കത്തീഡ്രൽ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി മാറിയിരിക്കുന്നു. ലോക സമാധാനത്തിന്റെയും ആധ്യാത്മികതയുടെയും പ്രതീകം. കല, ശാസ്ത്രം, സംഗീതം, മതസംവാദം എന്നിവയുടെ അന്താരാഷ്ട്ര വേദി എന്നിങ്ങനെ വളരുന്ന ഒരു ജീവിച്ചിരിക്കുന്ന ചരിത്രമാണ്. ഈ കത്തീഡ്രലിലെ വിസിറ്റേഴ്സിന് ഏറ്റവും പ്രിയപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് നോർത്ത് വെസ്റ്റ് ടവർ, രണ്ടാമത്തേത് ബെക്കറ്റിന്റെ കൊലപാതക സ്ഥലം, അതിനെ മാർട്ടഡം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ക്ലോയിസ്റ്റർ ഗാർഡൻ, ഇവിടുത്തെ ചിത്രപ്പണിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സൗന്ദര്യമാണ്. ഇത് നിങ്ങൾ കണ്ടു തന്നെ ആസ്വദിക്കൂ. ഇതുപോലൊരു കത്തീഡ്രൽ നിങ്ങൾ എവിടെങ്കിലും ഇതിനു മുമ്പ് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. എൻ്റെ അനുഭവത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കത്തീഡ്രൽ സന്ദർശിക്കുന്നത്. ഇദ്ദേഹമാണ് വാഴ്ത്തപ്പെട്ട സെന്റ് തോമസ് ബെക്കറ്റ്. കത്തീഡ്രലിന്റെ ഉൾഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ക്രിപ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. 11-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പഴയ ഭാഗം മങ്ങിയ വെളിച്ചത്തിലും പ്രൗഢഗംഭീരമായി തന്നെ നിലകൊള്ളുന്നു. പഴയ കാലത്ത് പുരോഹിതന്മാർ പ്രാർത്ഥിച്ചിരുന്നതും പുരാതന മതചടങ്ങുകൾ നടത്തിയിരുന്നതും ഈ ഒരു സ്ഥലത്തായിരുന്നു. ചില പ്രധാനപ്പെട്ട വിശുദ്ധന്മാരുടെ സ്മാരകങ്ങളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഈ സ്റ്റെയിൻ ഗ്ലാസ് ജനാലയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിൽ ധാരാളം വർണ്ണ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ബൈബിൾ കഥകൾ, രാജാക്കന്മാർ, വിശുദ്ധന്മാർ, സാധാരണ തീർത്ഥാടകർ, ബെക്കറ്റിനെ സന്ദർശിച്ച ആളുകൾ എന്നിവരെ എല്ലാം അതിശയകരമായ രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രകാശം ഈ ജനാലകളിലൂടെ അകത്ത് ചെന്ന് നിലവിളക്കിന്റെ നിറം മാറി മന്ദകാന്തിയോടെ പന്തലിച്ചു വീഴുമ്പോൾ കത്തീഡ്രലിന്റെ മുഴുവൻ അകത്തളവും ഒരു സ്വർഗീയ ഭാവം സൃഷ്ടിക്കുന്നു. ഇത് വില്യം കോട്ട്നിയുടെ സ്മാരകമാണ്. ഇദ്ദേഹവും ഇവിടുത്തെ ആർച്ച് ബിഷപ്പായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇത് പ്രിൻസ് എഡ്വേർഡ് ഓഫ് വുഡ്സ്റ്റോക്കിന്റെ സ്മാരകമാണ്. ഇദ്ദേഹത്തെ ബ്ലാക്ക് പ്രിൻസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇദ്ദേഹം കിങ് എഡ്വേർഡ് മൂന്നാമന്റെ മൂത്ത പുത്രനും അന്നത്തെ മിലിറ്ററി കമാൻഡറുമായിരുന്നു. ഇദ്ദേഹം എപ്പോഴും ഒരു ബ്ലാക്ക് ആർമർ ധരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ബ്ലാക്ക് പ്രിൻസ് എന്നറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ലീഡർ ആയിരുന്നു. ഒരുപാട് യുദ്ധങ്ങൾ വിജയിപ്പിച്ച ഒരു മിലിറ്ററി കമാൻഡർ ആയിരുന്നു ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ കാന്റർബറി കത്തീഡ്രലില് ഇദ്ദേഹത്തിന്റെ ആർമറുകൾ ഇപ്പോഴും അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഭംഗിയാന്ന് നോക്കൂ, ഈ സൈഡിലുള്ള സ്റ്റെയിൻ ഗ്ലാസ് ജനാലകൾ കാണാൻ. അതിന്റെ ചിത്രപ്പണികൾ കണ്ടോ? ഇവിടുത്തെ ഇപ്പോഴത്തെ ആർച്ച് ബിഷപ്പ് ആരാണെന്ന് അറിയണ്ടേ? ഡെയിൻ സാറ മലാലിയാണ് ഇവിടുത്തെ ആർച്ച് ബിഷപ്പ്.
അവർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ബ്രിട്ടന്റെ ആദ്യത്തെ വനിതാ ആർച്ച് ബിഷപ്പാണ്. അതുപോലെ ആംഗ്ലിക്കൻ സഭയുടെ 1500 വർഷം പഴക്കമുള്ള ചരിത്രത്തിൽ കാൻറ്റർബറിയിലെ ആദ്യ വനിതാ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ അവർ ഒരു വലിയ ചരിത്ര നേട്ടം തന്നെയാണ് കുറിച്ചിരിക്കുന്നത്. സാറ മലാലി ആദ്യം ഒരു നഴ്സായിട്ടായിരുന്നു തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. മികച്ച പഠനശേഷി കാരണം വളരെ ചെറുപ്പത്തിലെ ആരോഗ്യരംഗത്ത് ഉയർന്ന നിലയിലേക്ക് എത്താൻ സാധിച്ചു. 1999 അവർ ചീഫ് നഴ്സിംഗ് ഓഫീസർ ഫോർ ഇംഗ്ലണ്ട് ആയി നിയമിതയായി. ഇത് ആരോഗ്യരംഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിൽ ഒന്നാണ്. ഈ മേഖലയിൽ അവർ നേടിയ നീണ്ട പരിചയം സമൂഹത്തിലെ പ്രശ്നങ്ങളെ കരുണയോടെ മനസ്സിലാക്കാൻ സഹായിച്ചു. നഴ്സിംഗ് സേവനത്തിനൊപ്പം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വലിയ അടുപ്പമുണ്ടായിരുന്നു. അതിനാൽ അവർ പിന്നീട് സഭാ സേവനത്തിലേക്ക് തിരിഞ്ഞു. 2001 പുരോഹിതയായി അഭിഷിക്തയായി. സെന്റ് മേരി ലിബോൺ പാരിഷ് ചർച്ചിൽ റെക്ടറായി സേവനമനുഷ്ഠിച്ചു. 2015 ക്രെഡിറ്റൽ ബിഷപ്പായി അവരോധിക്കപ്പെട്ടു. അതിനുശേഷം 2018 ലണ്ടൻ ബിഷപ്പായി. ലണ്ടൻ ബിഷപ്പ് എന്നത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊന്നാണ്. സാറ മലാലി കാൻറ്റർബറിയുടെ 106ാമത്തെ ആർച്ച് ബിഷപ്പാണ്. 2025 ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അവരെ 106ാമത്തെ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുത്തു. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലും ആംഗ്ലിക്കൻ കമ്മ്യൂണിയനിലും ഏറ്റവും ഉയർന്ന പദവിയാണ് ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി. അവർ ചരിത്രത്തിലെ ആദ്യ വനിതാ ആർച്ച് ബിഷപ്പ് കൂടിയാണ്. ഇതിലൂടെ ആംഗ്ലിക്കൻ സഭയിലെ ലിംഗസമത്വത്തിന്റെ പുതിയ അധ്യായം കൂടെയാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. അവർ സമൂഹത്തിൽ ലിംഗസമത്വം, സ്ത്രീ സഭാ പങ്ക്, സമവായം എന്നിവയെക്കുറിച്ച് ഒരു ശക്തമായ പ്രതീകം ആകാം എന്നാണ് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത്. കാൻറ്റർബറി കത്തീഡ്രൽ ഒരു കെട്ടിടമല്ല, അതൊരു സജീവമായ ചരിത്ര പുസ്തകമാണ്. തലമുറകൾ വഴി കടന്നുവരുന്ന ഒരു വിശ്വാസത്തിന്റെ കഥ, ഒരു ജനതയുടെ ആത്മാവ്, ഒരു സംസ്കാരത്തിന്റെ കിരീടം. ആർക്കിടെക്ചറിനെയും ചരിത്രത്തെയും കലയും മതവും സാഹിത്യവും ഒരുമിപ്പിക്കുന്ന ഈ പ്രതാപ മന്ദിരം ലോകം മുഴുവൻ നിന്നുള്ള സന്ദർശകരെ ഇന്നുവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. പാർക്ക് ആൻഡ് റൈഡ് മുതൽ തുടങ്ങി നഗരവഴികളിലൂടെ നടക്കുകയും സ്ട്രീറ്റ് മാർക്കറ്റ് കണ്ട് അവസാനം മനോഹരമായ കത്തീഡ്രൽ സന്ദർശിക്കുകയും ചെയ്ത ഈ യാത്ര തികച്ചും ഒരു വൺ ഡേ ട്രിപ്പ് ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ കാൻറ്റർബറിയിൽ പോയിട്ടുണ്ടെങ്കിൽ കമന്റിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് പങ്കുവയ്ക്കാനും മറക്കരുത്. കത്തീഡ്രലിന് പുറത്ത് ഒരു മനോഹരമായ ഗാർഡൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു മെമ്മോറിയൽ ഗാർഡനും ഉണ്ട് അതിനോട് ചേർന്ന് തന്നെ. അപ്പോൾ ഈ ഗാർഡനിൽ ഞങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ചാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. കാൻറ്റർബറിയിൽ ഇനിയും കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.